അരുൺ അമൃതാഥ് ചേരുന്നു. വിൻസിയുടെ വീടിനടുത്താണ് ഉള്ളത്. അരുൺ അമൃതാഥ്, അരുൺ ഗുഡ് മോർണിംഗ്. വിൻസി വളരെ രഹസ്യമാക്കി വയ്ക്കണം എന്ന് പറഞ്ഞ് നൽകിയ പരാതിയാണ് ഇത്തരത്തിൽ ആർക്കെതിരെയാണ് പരാതി നൽകിയത് എന്ന പേരടക്കം പുറത്തുവിട്ടത്. അതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇക്കാര്യത്തിൽ. നമുക്കറിയാം, WCCയിൽ പലരും രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. അതുമായി സജീവമായി പ്രവർത്തിക്കുന്നവരൊക്കെയും അവർക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും രഹസ്യമാക്കി വച്ചിട്ടുമുണ്ട്. അതായിരുന്നല്ലോ ധാരണ, ആദ്യം തുടക്കത്തിൽ ഉള്ള ധാരണ. പക്ഷെ എന്തുകൊണ്ട് വിൻസിയോട് ഇക്കാര്യം, ഈ ക്രൂരത ഇവർ ചെയ്തു എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതൊരു വലിയ മോശമായി പോയി, വലിയ കഷ്ടമായി പോയി എന്നാണ് പറയാനുള്ളത്. മൊത്തം ഈ വിൻസി അതേ നിലപാടിൽ തന്നെ തുടരുകയാണ്. ഇനിയൊരു പ്രതികരണത്തിന് ഇല്ല. കാരണം പറയാനുള്ളതെല്ലാം ഇന്നലെ പറഞ്ഞു എന്നുള്ളതാണ്. എന്നും രാവിലെയും നമ്മൾ പ്രതികരണം തേടിയപ്പോൾ വിൻസി പ്രതികരിച്ചത് അത്തരത്തിൽ മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ വിൻസി വലിയ രീതിയിൽ അസ്വസ്ഥയായിരുന്നു. കാരണം മായി വിൻസി വരുന്നു. അങ്ങനെ ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് ഫിലിം ചേംബറും മറ്റ് സംഘടനകളും ഉൾപ്പെടെ രംഗത്തെത്തി. അവർ പരാതി ചോദിച്ചു വാങ്ങുകയായിരുന്നു. അങ്ങനെയാണ് രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ ഈ പരാതി വിൻസിയെ അറിയിക്കുന്നത്. അങ്ങനെ ഇന്നലെ ആദ്യഘട്ടത്തിൽ വിൻസി ഒരു പ്രതികരണത്തിന് തയ്യാറാവുമ്പോൾ പോലും വിൻസി വലിയ പോസിറ്റീവായിരുന്നു. ഈ പേരുകളൊന്നും വെളിപ്പെടുത്തുന്നില്ല. തനിക്കുണ്ടായ ഒരു ദുരനുഭവം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ഇവരെല്ലാവരും പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. പിന്നീട് അല്പസമയത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടന്നതായി വിൻസി അറിയുന്നത്. വിൻസി വലിയ രീതിയിൽ അസ്വസ്ഥയായി, ഒരു നിരാശ വിൻസി പ്രകടമാക്കി. ഇനി ഒരു വിശ്വാസം ഈ സംഘടനകളിലും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇനി പരാതിയുമായി എങ്ങോട്ടുമില്ല. പോലീസിൽ ഉൾപ്പെടെ പരാതിയുമായി നിയമപരമായോ ഒന്നും പോകുന്നില്ല. ഒരു പരാതി അറിയിച്ചപ്പോൾ തന്നെ ഇതാണ് സ്ഥിതി. കാരണം താൻ ഈ പേര് പറഞ്ഞാൽ തനിക്കും ഒരു ഹീറോ പരിവേഷമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ പറയാതിരുന്നത് ഒരു വലിയ സംവിധാനമാണ്. മറ്റ് സിനിമകൾ, മറ്റ് ക്രൂ ഇതിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ പേര് പറയാതിരുന്നത് എന്നാണ് വിൻസി ഇന്നലെ വ്യക്തമാക്കിയത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പേരും ഈ വിവരങ്ങളും പരാതിയുടെ ഉള്ളടക്കവും ഒക്കെ ഇത്തരത്തിൽ വെളിപ്പെടുന്നത്. അതിനെതിരെയാണ് വിൻസി വലിയ രീതിയിൽ വിൻസിയെ അസ്വസ്ഥയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പ്രതികരണത്തിനുമില്ല, ഇത്തരത്തിലുള്ള നിയമ നടപടിക്കുമില്ല. കാരണം ഇവിടെ നൽകിയ പരാതിയുടെ കാര്യം തന്നെ ഇനി പുനഃപരിശോധിക്കും എന്നുള്ള കാര്യമാണ് വിൻസി വ്യക്തമാക്കിയത്. അതേ നിലപാടിൽ തന്നെ വിൻസി ഈ ഘട്ടത്തിലും തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് മോത്തി. നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ WCCയുടെ അംഗങ്ങളായി ഈ പരാതിയുമായി ഏറ്റവും ആദ്യം മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നിന്ന പലരുടെയും ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്, അഭിനേതാക്കളുണ്ട്, മറ്റ് സംവിധായകരുണ്ട്. അങ്ങനെ നിരവധി പേരുണ്ടായിട്ടും അവർക്കൊന്നും യാതൊരു അവസരങ്ങളും ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു വലിയ ഉറവിടമുണ്ട്. ആ ഉറവിടത്തിലേക്ക് ഈ കാര്യങ്ങൾ ചെന്നെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം.